ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വള്ളിപ്പയറും ക്യാരറ്റും വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ വള്ളിപ്പയർ, ഇത് നാടൻ പയർ കിട്ടിയതാണ്. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തോരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങാക്കൂട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ തേങ്ങ എന്ന് വെച്ചാൽ 2 കൈപ്പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തോരത്തിന് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, അതിനാണ് ഞാൻ ഈ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ ജാറാണ്. അപ്പോൾ ഇത് കണ്ട ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് അരഞ്ഞു പോകരുതും. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഞാനിതിലേക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ചെറിയ ഉള്ളിയില്ലേ, അത് വട്ടത്തിലരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഈ വറയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ, ഇത് ആവിയിൽ വേവിക്കാൻ പോവുകയാണ്, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് ഒരിക്കലും വേവിക്കരുത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നാടൻ പയറുമാണ്. അഥവാ വേവ് കൂടുതലുള്ള പയറാണെന്നുണ്ടെങ്കിൽ കൈവെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ആ ചോറിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു മീൻകറി ഉണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ടൊരു തോരൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പയർ മാത്രം നമ്മൾ തോരൻ വയ്ക്കുക, അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ കൊത്തിയിട്ടിട്ടൊന്ന് തോരൻ വെച്ച് നോക്കൂ, വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേണ്ട പയറൊക്കെ ഈ ഒരു പാകത്തിന് വെന്ത് മതി, ഒരുപാട് അങ്ങ് വെന്ത് പോകരുതും, ഒന്ന് കടിക്കാൻ കിട്ടണം. അതായത് ഒരുപാട് വെന്തങ്ങനെ അലിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇനി നമ്മളതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടില്ല നമ്മൾ ചതച്ച് വെച്ചത്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കാം. കാര്യം ആ അരപ്പ് അതിലേക്ക് ഒന്ന് പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സിമ്മിലിട്ട് തന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.